കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണം സിബിഐക്ക് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങിയതോടെ സിപിഎം നേതൃത്വത്തിൽ ഭയം തുടങ്ങി. പി ദിവ്യയിൽ മാത്രം ഒതുങ്ങിയ കേസിന്റെ കാണാചരടുകൾ പാർട്ടിയിലെ ഉന്നത നേതാക്കളിലേക്ക് എത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ സിപിഎമ്മിനെ ഗ്രസിച്ചിരിക്കുന്നത്. ഇടതു സർക്കാർ അതിശക്തമായി മുഖം തിരിച്ചു നിന്ന സിബിഐ അന്വേഷണമാണ് ഇപ്പോൾ യു.ഡി.എഫ്. സർക്കാർ വന്നതോടെ ബൂമറങ് പോലെ കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിന്റെ തലയ്ക്ക് മുകളിൽ കറങ്ങിക്കളിക്കുന്നത്. ഇതിനിടെ സിബിഐ അന്വേഷണ നീക്കത്തെ പ്രതിരോധിക്കാൻ സിപിഎം രംഗത്തെത്തി. മുഖ്യമന്ത്രി വി.ഡി. സതീശന് സുപ്രീം കോടതിയേക്കാൾ വിശ്വാസം ബി.ജെ.പി. നിയന്ത്രിക്കുന്ന കേന്ദ്ര ഏജൻസികളോടാണെന്ന് കെ രാഗേഷ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നവീൻ ബാബു കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും എന്നിട്ടും മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ അമിതമായി വിശ്വസിക്കുന്നത് അപകടമാണെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാഗേഷ് പറഞ്ഞു. കേരളീയ സമൂഹം ഈ പ്രവണതയെ അതീവ ഗൌരവത്തോടെ പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ശക്തമായ ആവശ്യം പരിഗണിച്ചാണ് കേസ് സിബിഐക്ക് വിടാൻ ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം ഇറക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ, കോൺഗ്രസ് എംഎൽഎമാരായ ടി.ഒ. മോഹനൻ, പഴകുളം മധു എന്നിവരടങ്ങുന്ന സംഘം നേരിട്ട് കണ്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പോലീസ് അന്വേഷണത്തിൽ കുടുംബം കടുത്ത അതൃപ്തി അറിയിക്കുകയും സിബിഐ അന്വേഷണത്തിൽ മാത്രമേ സത്യം പുറത്തുവരൂ എന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുകയും പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്ന് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് അവകാശപ്പെടുന്ന ചെങ്ങാളായിലെ പെട്രോൾ പമ്പ് വ്യവസായ സംരംഭകൻ കെ.വി. പ്രശാന്തനെ കേസിൽ പ്രതിയാക്കാൻ പോലും മുൻ സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലേറി ഒരു മാസം തികയും മുൻപേ സിബിഐക്ക് വിടുന്ന ആദ്യത്തെ കേസായി ഇത് മാറുകയാണ്. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തി പരസ്യമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പി ദിവ്യയെ മാത്രം പ്രതിയാക്കിയാണ് പ്രത്യേക സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ കേസ് അന്വേഷിച്ച പ്രധാന ഉദ്യോഗസ്ഥരിൽ ഒരാളായ എ.സി.പി. ടി.കെ. രത്നകുമാർ പിന്നീട് ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു. കേസ് അട്ടിമറിക്കാൻ സിപിഎം അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനിടെ പി ദിവ്യയുടെ കോൾ ഡീറ്റെയിൽസ് പൂർണ്ണമായി റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കാത്തതിൽ കോടതി പ്രോസിക്യൂഷനോട് വിശദീകരണം തേടി. 2 ഫോണുകളുടെയും ജനുവരി 16 മുതലുള്ള രേഖകൾ ആവശ്യപ്പെട്ടെടുത്ത് മാർച്ച് ഏപ്രിൽ മുതലുള്ള വിവരങ്ങൾ മാത്രമാണ് ഹാജരാക്കിയത്. പ്രോസിക്യൂഷൻ സമയം ചോദിച്ചതിനെ തുടർന്ന് കേസ് ജൂൺ 1 മാറ്റിയിരിക്കുകയാണ്. കൂടാതെ പോലീസ് അന്വേഷണത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത്. പ്രശാന്ത് കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണം പണയവെച്ച രേഖകൾ, CCTV ഫൂട്ടേജുകളുടെ ശാസ്ത്രീയ പരിശോധന, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നിവ ഉൾപ്പെടുത്തി മെയ് 30-നകം റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. സിബിഐ കൂടി എത്തുന്നതോടെ ഈ അട്ടിമറി നീക്കങ്ങളെല്ലാം പൊളിയുമെന്ന ഭീതിയിലാണ് സിപിഎം കേന്ദ്രങ്ങൾ.